അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു വ്ളോഗാണ്. വിഷു ഞങ്ങളെ വല്യച്ഛൻ്റെ വീട്ടിലാണ് ആഘോഷിച്ചത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ പട്ടിക്കുട്ടിയായിട്ടുള്ള ലൂസി പടക്കം കെട്ട് പേടിച്ച് ടേബിളിൻ്റെ മുകളിലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പടക്കമൊക്കെ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കുറ്റിയും വിഷുചക്രവും കമ്പിത്തിരിയൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചു. വെള്ളിച്ചനും കമ്പിത്തിരി കത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി നേരത്തെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ ഒരു 4 മണി 4 സമയത്ത് കണി കണ്ടു. ഇത് വിഷുക്കണി ഒരുക്കുമ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് വിഷുക്കണി. വിഷുക്കണി സൂപ്പറായിരുന്നു ഗൈസ്. അതും കൂടാതെ തന്നെ അവിടെ തറവാട്ടമ്പലം ഉണ്ട്, അവിടെയും കണി വയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിച്ചില്ല, പടക്കം പൊട്ടിക്കാൻ ഞങ്ങൾ ഇറങ്ങി. ആദ്യം ഞങ്ങൾ കമ്പിത്തിരിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പൂത്തിരി കത്തിച്ചു. പിന്നെ ചേച്ചി പൂത്തിരി കത്തിക്കാൻ നോക്കി, പക്ഷെ പൂത്തിരി കത്തണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരുട്ടൻ കമ്പിത്തിരി കത്തിച്ചു ഗൈസ്. പൂത്തിരി കത്തണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിഷു ചക്രം കത്തിച്ചു. പിന്നെ ഞാനും ചേച്ചിയും ഐശ്വര്യ ചേച്ചിയും ആരുട്ടനും ശ്രീലക്ഷ്മി ചേച്ചിയും കൂടിയിട്ട് ഒരുമിച്ച് കമ്പിത്തിരി കത്തിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോകുന്ന ഒരു പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പൂത്തിരി കത്തിക്കുകയായിരുന്നു.
ആദ്യം പൂക്കുറ്റി കത്തിച്ചപ്പോൾ എല്ലാവരുടെ ഒന്നും അങ്ങനെ കത്തിണ്ടായിരുന്നില്ല. പിന്നീട് കത്തിച്ചപ്പോൾ 3 എണ്ണമൊക്കെ കത്തിണ്ടായിരുന്നേ. അപ്പോൾ അത് പാളിപ്പോയി. ഈ പൊട്ടാൻ പോകുന്ന പടക്കം അമിട്ടാണ്, പല കളറിലുള്ള അമിട്ട്. അയ്യോ, നല്ല ഹൈറ്റിൽ പല നിറത്തിലായിരുന്നു പൊട്ടുണ്ടായിരുന്നേ. കുറേ പൂത്തിരി ബാക്കി വന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടി കത്തിക്കാന്ന് വെച്ചു. അപ്പം അത്യാവശ്യം എല്ലാം കത്തി. ഈ പടക്കം നല്ല രസമായിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് പോണപ്പോൾ ഇങ്ങനെ ഓരോ പൊട്ടണുണ്ടായിരുന്നു. പിന്നെ ഗൈസ് അടുത്ത ഐറ്റം മാലപ്പടക്കം നല്ല രീതിയിൽ പൊട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായി. പിന്നെ റൂസിയോടൊക്കെ കുറച്ച് കളിച്ചൊക്കെ ഇരുന്നു. പിന്നെ തറവാട്ടമ്പലത്തിൽ കണിയൊക്കെ വെച്ചു. അപ്പം ഞങ്ങൾ കണി കാണാൻ വേണ്ടി തറവാട്ടമ്പലത്തേക്ക് പോയി. അപ്പം ഇതാണ് ഗൈസ് അവിടുത്തെ കണി. എങ്ങനെയുണ്ട് ഗൈസ്, ഭംഗിയില്ലേ കണി? ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് കുറച്ച് റീൽസ് എടുത്തു. റീൽസ് എടുക്കണ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ചൂടെടുത്തിട്ട് മനുഷ്യൻ വേർക്കായിരുന്നു ചെയ്തേ. തിരിച്ച് പോണ വഴിയിൽ ബോഗൺവില്ലയുടെ ഒരു മരം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ റീൽസ് എടുത്തു. ഡാൻസ് വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ഒരു മയിലിനെ കണ്ടു. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അത് പറന്നുപോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി യൂനോ കാർഡ്സ് കളിച്ചു. ആരുട്ടനുണ്ടായിരുന്നു കളിക്കാൻ. അന്ന് വൈകുന്നേരം ഞങ്ങൾ അമ്മയുടെ നാട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പിന്നെ ശീലമ്മയുടെ വീട്ടിലേക്ക് പോയി. പോണ വഴിയിൽ കളർഫുള്ളായിട്ടുള്ള കോഴിക്കുട്ടികളുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഒരു രാവിലെ സമയത്ത് ഇറങ്ങി. വീടെത്തുമ്പോഴേക്കും ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടാ. അപ്പം ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ചൂടായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങളുടെ അമ്മായിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പോരാനായിട്ട്. അപ്പം അമ്മായിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മുടെ വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.